മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. രാഹുൽ ഖാർഗെ അന്തിമ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. മുതിർന്ന നേതാവ് എ കെ ആന്റണിയുമായി നേരത്തെ സോണിയാഗാന്ധി ആശയവിനിമയം നടത്തി. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദി, ഖാർഗെ രാഹുൽ കൂടിക്കാഴ്ച എപ്പോൾ നടക്കും? ഈ മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഏത് നിമിഷം നടക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമായിട്ടില്ല. കാര്യം സോണിയാഗാന്ധി ചെക്കപ്പിന് പോയിരുന്ന സമയത്ത് അതായതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ മീറ്റിംഗ് മാറ്റിവെക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധി ഇപ്പോൾ മെദാന്തയിൽ ആശുപത്രിയിലെ ചെക്കപ്പിന് ശേഷം അവർ പതിവ് ചെക്കപ്പിന് ശേഷം തിരികെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ കൂടിക്കാഴ്ച ഒരു വൈകിട്ടോടെ നടക്കും എന്നുള്ള ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ എത്ര മണിക്കാണ് കൃത്യമായി കൂടിക്കാഴ്ച എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ആയിട്ടില്ല. ശരി, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ സമയം 12:10 ആവാൻ പോകുന്നു. ഇനി എപ്പോഴാണ് ഖാർഗെ രാഹുൽ കൂടിക്കാഴ്ച എന്ന് സ്ഥിരീകരണമില്ല. ദീപാദാസ് മുൻഷി നേരത്തെ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ആ യാത്ര എന്തുകൊണ്ടാണ് റദ്ദാക്കിയത് സുമോദ്? ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു നേരത്തെ AICC-യിലേക്ക് അറിയിച്ചത്. അത് KPCC-ലും അവർ അറിയിച്ചിരുന്നു. അവർ വരാനുള്ള സാധ്യത അവർ 3 മണിക്ക് 2:30-3 മണി സമയമാകുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അടിയന്തരമായി AICC-യിൽ തന്നെ തങ്ങാനാണ് ദീപാദാസ് മുൻഷിയോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരവരുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനം ഇതിനകം തന്നെ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഏതൊക്കെ തരത്തിൽ തീരുമാനം എടുത്താൽ പോലും ഒരു അന്തിമമായ ഒരു തീരുമാനത്തിന് തൊട്ട് മുമ്പായി രാഹുലും ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട്. ആ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഏത് സമയത്താണ് കൂടിക്കാഴ്ച നടക്കുന്നത് എന്നറിയാതെ വൈകുന്നത്. സാധാരണ AICC-യിലെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം 4 മണിയോടുകൂടിയാണ് നടക്കാറുള്ളത്. ഈ 4 മണിക്ക് കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇത് കണ്ടറിയേണ്ടത്.